നമസ്കാരം 140 ന്യൂസിലേക്ക് സ്വാഗതം. ട്രംപ് മുന്നോട്ട് വെച്ച 15 സമാധാന പരിപാടി തള്ളി ഇസ്രയേൽ. ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച 15 സമാധാന പദ്ധതി തള്ളി ഇസ്രയേൽ. ബോർഡ് ഓഫ് പീസ് എന്ന പേരിലാണ് ട്രംപ് സമാധാന പദ്ധതി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഈ നിർദ്ദേശം തള്ളുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കിയത്. ഹമാസ് പൂർണ്ണമായും ആയുധങ്ങൾ വെച്ച് കീഴടങ്ങുന്നതുവരെ ഗാസയിൽ നിന്ന് ഇസ്രായേൽ സൈന്യത്തെ പിൻവലിക്കില്ലെന്ന് നെതന്യാഹു വ്യക്തമാക്കി. ഹമാസിന്റെ പൂർണ്ണമായ നിരായുധീകരണം സാധ്യമാക്കണമെന്ന പേരിൽ വെടിനിർത്തൽ ധാരണ നിലനിൽക്കുമ്പോഴും ഗാസയിൽ സൈനിക ആക്രമണങ്ങൾ ഇസ്രായേൽ തുടരുന്നതിനിടെയാണ് ട്രംപിന്റെ 15 സമാധാന പദ്ധതി തള്ളുന്നതായി നെതന്യാഹു വിശദമാക്കിയത്. ലഷ്കർ ഇ തൊയ്ബ നേതാവ് കുഴഞ്ഞു വീണു മരിച്ചു. നിരോധിത ഭീകര സംഘടനയായ ലഷ്കർ ഇ തൊയ്ബയുടെ മുതിർന്ന കമാൻഡർ ഖാരി സയ്യിദ് അബ്ദുൾ അസീസിനെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിൽ മോസ്കിൽ പ്രാർത്ഥനയ്ക്കായി എത്തുന്നതിന് മുൻപ് ഇയാൾ കുഴഞ്ഞു വീഴുകയായിരുന്നു. പ്രാർത്ഥനയ്ക്കായി എത്തും മുൻപ് പരിചയമില്ലാത്ത ഒരു ഹോട്ടലിൽ നിന്ന് ഖാരി സയ്യിദ് ഭക്ഷണം കഴിച്ചതായാണ് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതോടെ മരണത്തിൽ വിഷപ്രയോഗം നടന്നോ എന്ന സംശയം ശക്തമായിട്ടുണ്ട്. ഓഗസ്റ്റ് 8 ദുരൂഹ സാഹചര്യത്തിൽ ഖാരി സയ്യിദ് മരണപ്പെട്ടത്. പള്ളിയുടെ വളപ്പിലേക്ക് കയറിയപ്പോഴേക്കും ഇയാൾ കുഴഞ്ഞു വീഴുകയായിരുന്നു. ഇന്ത്യയിൽ കൊല്ലപ്പെട്ട ഭീകരരുടെ കുടുംബങ്ങൾക്ക് പണം എത്തിച്ചു നൽകുന്നതിനായിരുന്നു ഇയാളുടെ പ്രധാന ചുമതല. മരണത്തിന്റെ യഥാർത്ഥ കാരണം ഇതുവരെ വ്യക്തമായിട്ടില്ല. പരീക്ഷാ ക്രമക്കേടിനെ തുടർന്ന് 3 JPSC അംഗങ്ങൾ രാജിവെച്ചു. ജാർഖണ്ഡ് പബ്ലിക് സർവീസ് കമ്മീഷനിലെ പരീക്ഷാ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട അന്വേഷണം മുറുകുന്നതിനിടെ കമ്മീഷനിലെ 3 അംഗങ്ങൾ രാജിവെച്ചു. അജിത ഭട്ടാചാര്യ, അനിമ ഹൻസത്ത്, ജമാൽ അഹമ്മദ് എന്നിവരാണ് രാജിക്കത്ത് സമർപ്പിച്ചത്. ക്രമക്കേടുകളെക്കുറിച്ചുള്ള അന്വേഷണത്തിന്റെ ഭാഗമായി ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ CID നോട്ടീസ് നൽകിയതിന് പിന്നാലെയാണ് ഇവരുടെ രാജി. കമ്മീഷൻ അംഗങ്ങളുടെ രാജി ജാർഖണ്ഡ് ഗവർണർ അംഗീകരിച്ചിട്ടുണ്ട്. കേസിൽ അന്വേഷണം ശക്തമായതോടെ കഴിഞ്ഞ ജൂലൈ 22 JPSC ചെയർമാൻ എൽ ഖിയാങ്ഡെയും രാജിവെച്ചിരുന്നു. അതേസമയം പരീക്ഷാ ക്രമക്കേടിനെതിരെ വിദ്യാർത്ഥി സമരം സംസ്ഥാനത്തെ കൂടുതൽ ശക്തമാക്കുകയാണ്. സർക്കാരുമായി നടത്തിയ 3ാം വട്ട ചർച്ചയും ഇന്ന് പരാജയപ്പെട്ടതോടെ സമരക്കാർ നാളെ നിയമസഭാ മാർച്ചടക്കം പ്രഖ്യാപിച്ചിട്ടുണ്ട്. TG മോഹൻദാസിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. ഡൽഹിയിൽ സമരം ചെയ്ത വിദ്യാർത്ഥികളെ അധിക്ഷേപിച്ച കേസിൽ സംഘപരിവാർ സഹയാത്രികൻ TG മോഹൻദാസിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. ലാപ്ടോപ്പും മൊബൈലും പിടിച്ചെടുത്തു. കലാപ ആഹ്വാനം ഉൾപ്പെടെ 4 കുറ്റങ്ങളാണ് TG മോഹൻദാസിനെതിരെ ചുമത്തിയിരിക്കുന്നത്. കസ്റ്റഡിയിൽ വേണ്ടെന്ന നിലപാടിലാണ് അന്വേഷണ സംഘം. കൊച്ചിയിൽ നിന്നും അറസ്റ്റ് ചെയ്ത മോഹൻദാസിനെ തിരുവനന്തപുരം സൈബർ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു. ഇന്ന് 11 മണിയോടെ കോടതിയിൽ ഹാജരാക്കും. നീണ്ടകരയിലെ ഗൗതം കൃഷ്ണന്റെ കുടുംബത്തെ സന്ദർശിച്ച് ആഭ്യന്തരമന്ത്രി. നീണ്ടകരയിൽ വള്ളം മറിഞ്ഞ് കടലിൽ കാണാതായ ഗൗതം കൃഷ്ണന്റെ വീട്ടിൽ ആശ്വാസമേകാൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല എത്തി. ഗൗതമിന്റെ അമ്മയെ കണ്ട് ആശ്വസിപ്പിച്ച അദ്ദേഹം കാണാതായവർക്കായുള്ള തിരച്ചിൽ സജീവമായി തുടരുമെന്ന് അറിയിച്ചു. വിഷയത്തിൽ കോസ്റ്റ് ഗാർഡ് IGയുമായി നേരിട്ട് സംസാരിച്ചിട്ടുണ്ടെന്നും നിലവിൽ കോസ്റ്റൽ പോലീസിനുള്ള സൗകര്യങ്ങൾ പരിമിതമാണെങ്കിലും അത് ഉടൻ തന്നെ പരിഹരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ദുരിതത്തിലായ കുടുംബത്തിന് സഹായം നൽകുന്ന കാര്യത്തിൽ അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ അനുകൂല തീരുമാനമുണ്ടാകുമെന്നും സർക്കാരിന് ചെയ്യാൻ കഴിയുന്നതിന്റെ പരമാവധി സഹായങ്ങൾ ഉറപ്പാക്കുമെന്നും ചെന്നിത്തല വ്യക്തമാക്കി. വീണ്ടും RSS വേദിയിൽ MG വൈസ് ചാൻസലർ. RSS അനുകൂല സംഘടനയുടെ പരിപാടിയിൽ വീണ്ടും പങ്കെടുത്ത MG സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ D മാവൂത്ത്. ഭാരതീയ വിചാര കേന്ദ്രത്തിന്റെ സംസ്ഥാന പഠന ശിബിരത്തിൽ ഉദ്ഘാടകനായാണ് വൈസ് ചാൻസലർ പങ്കെടുത്തത്. തന്റെ പങ്കാളിത്തം വിവാദമാകുമെന്ന് ചടങ്ങിൽ തന്നെ VC പ്രഖ്യാപിച്ചു. MG യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ വിചാര കേന്ദ്രത്തിന്റെ പരിപാടിയിൽ പങ്കെടുത്തുവെന്ന് നാളെ മാധ്യമങ്ങൾ പറയും. ദേശസ്നേഹം, ധാർമ്മികത, രാഷ്ട്രബോധം എന്നിവയാണ് എല്ലാത്തിലും വലുതെന്നും അദ്ദേഹം വ്യക്തമാക്കി. പ്രതിപക്ഷ ഉപനേതാവിന്റെ മുറിക്കായുള്ള CPMന്റെ നീക്കം പാളി. നിയമസഭാ മന്ദിരത്തിൽ മുറി വേണമെന്ന ആവശ്യം സ്പീക്കർ നിരസിച്ചു. KN ബാലഗോപാലിന് വേണ്ടിയാണ് മുറി ആവശ്യപ്പെട്ടത്. പ്രതിപക്ഷ ഉപനേതാവിൽ തർക്കം നിലനിൽക്കുന്നതിനിടെയാണ് നിയമസഭാ മന്ദിരത്തിൽ പ്രതിപക്ഷ ഉപനേതാവിന്റെ മുറിക്കായുള്ള CPM ആവശ്യം സ്പീക്കർ തള്ളിയത്.
സവർക്കറെ പുകഴ്ത്തി ചോദ്യാവലി തയ്യാറാക്കിയ അധ്യാപകന് സസ്പെൻഷൻ. വി.ഡി. സവർക്കറെ പുകഴ്ത്തി വിവാദ ചോദ്യാവലി തയ്യാറാക്കിയ അധ്യാപകന് സസ്പെൻഷൻ. പള്ളത്തുടുക്ക സ്കൂൾ അധ്യാപകൻ ഗുരുപ്രസാദിനെയാണ് സസ്പെൻഡ് ചെയ്തത്. വിദ്യാഭ്യാസ മന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് നടപടി. ഗുരുപ്രസാദിന്റെ നേതൃത്വത്തിലാണ് ക്വിസ് മത്സരത്തിനുള്ള ചോദ്യങ്ങൾ തയ്യാറാക്കിയത്. കാസർഗോഡ് LP സ്കൂൾ വിദ്യാർത്ഥികൾക്കുള്ള ഫ്രീഡം ക്വിസിൽ സവർക്കറെ പുകഴ്ത്തിയുള്ള ചോദ്യം വന്നതിൽ പ്രതിഷേധം ശക്തമായിരുന്നു. കാസർഗോഡ്, കുമ്പള, മഞ്ചേശ്വരം ഉപജില്ലകളിലെ സ്കൂളുകളിൽ LP തലത്തിൽ നടത്തിയ ഫ്രീഡം ക്വിസ് ചോദ്യാവലിയിലാണ് വിവാദത്തിലായത്. മാലിന്യമുക്ത കേരളം പെരുവഴിയിൽ. 1.5 വർഷം മുൻപ് കഴിഞ്ഞ സർക്കാർ പ്രഖ്യാപിച്ച മാലിന്യമുക്ത കേരളം പെരുവഴിയിൽ. ഇതോടെ കേരളം സമ്പൂർണ്ണ മാലിന്യമുക്ത സംസ്ഥാനമാക്കുക എന്ന ലക്ഷ്യം അകലെയായി. നിയമലംഘനങ്ങൾക്ക് പിഴ ഈടാക്കുന്നതടക്കമുള്ള ശിക്ഷ ഒരിടത്തും നടപ്പിലാക്കുന്നില്ല. അജൈവ മാലിന്യ സംസ്കരണത്തിൽ സംസ്ഥാനം വലിയ മുന്നേറ്റം കൈവരിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് 2025 മാർച്ച് 30 അന്താരാഷ്ട്ര ശൂന്യ മാലിന്യ ദിനത്തിൽ 99% ഗ്രാമപഞ്ചായത്തുകളും മാലിന്യമുക്തമായി പ്രഖ്യാപിച്ചത്. അർജുൻ ആയങ്കിയെ സഹായിച്ചവർക്കായി തിരച്ചിൽ ആരംഭിച്ച പോലീസ്. പോലീസിനെ വെല്ലുവിളിച്ച അർജുൻ ആയങ്കി കണ്ണൂരിൽ എത്തിയത് ബുധനാഴ്ചയെന്ന് കണ്ടെത്തൽ. തളിപ്പറമ്പിലെ ലോഡ്ജിലാണ് 2 ദിവസം തങ്ങിയത്. സുഹൃത്ത് പ്രണവും ബന്ധു കുട്ടനുമാണ് സഹായം നൽകിയത് എന്ന് പോലീസ് അറിയിച്ചു. ഇരുവരെയും കണ്ടെത്താനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. അർജുൻ ആയങ്കിക്കെതിരെ കാപ്പ ചുമത്താനുള്ള നടപടികൾ പോലീസ് ആരംഭിച്ചു. കേസ് ഹിസ്റ്ററിയുടെ റിപ്പോർട്ട് പോലീസ് ഈ ആഴ്ചയ്ക്കുള്ളിൽ തന്നെ നൽകും. കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ മുഖേന കണ്ണൂർ ജില്ലാ കളക്ടർക്കാണ് കേസ് ഹിസ്റ്ററി റിപ്പോർട്ട് നൽകുക. ജില്ലാ കളക്ടർ ആകും റിപ്പോർട്ടിൽ മേൽ അന്തിമ തീരുമാനം എടുക്കുന്നത്.